ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന സ്റ്റൈലിലുള്ള നല്ല തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കാം. ഇന്ന് നമുക്ക് റിവർ പോംഫ്രെറ്റ് അഥവാ കറുത്ത ആവോലി അല്ലെങ്കിൽ ഇവിടെ രൂപ്ചന്ദ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് തുറന്നു നോക്കാം. നല്ല രീതിയിലൊക്കെ ക്ലീൻ ചെയ്ത് നല്ല സീൽ ചെയ്തൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്കിത് തുറന്നു നോക്കാം. എൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് ഇത് നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് പെരിഞ്ജീരകവും ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 8-10 ചെറിയുള്ളിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറു തീയിലിട്ടാണ് നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടി ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇതും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോകും. ഇപ്പോൾ മസാലയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങ ചെരിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ കൂട്ടുകാരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്ത് അവസാനം വരെയൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാ കൂട്ടുകാരും എപ്പോഴും ലൈക്ക് ചെയ്യാൻ മറന്നു പോകാറുണ്ട്. ഇപ്പം നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയൊക്കെ ഒന്ന് ചൂടായി കിട്ടുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതങ്ങ് ഒരുപാട് മൂപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇപ്പം തേങ്ങയൊക്കെ നല്ല ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം. ഇപ്പോൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരമായി. ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം മിക്സി ജാറിലിട്ട ശേഷം നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇതെല്ലാം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക, കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. ഇനി ചട്ടി ഒന്ന് ചുറ്റിച്ച് എണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരുന്ന കുറച്ച് ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള കുടംപുളി വെള്ളത്തിൽ കുതിർത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിലെ ബാക്കി അരപ്പ് എല്ലാം കൂടെ ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അരപ്പ് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ കറിക്ക് ആവശ്യത്തിനുള്ള തിക്നെസ്സിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി കറി ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ആ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മീൻ കഷ്ണങ്ങളെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം മീനെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് കറിയിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിലാക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. കറി അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി അതൊന്ന് ചുറ്റിച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കറിയൊക്കെ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല
പരുവായിട്ട് വന്നിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത ശേഷം വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനത് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഈ കറി ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടൽ സ്റ്റൈൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.